അജീഷ്, സമരം ഇന്നേക്ക് 50 ദിവസത്തിലേക്ക് എത്തുകയാണ്. അതിനിടെ പലതവണ സമരത്തിന്റെ മുഖം മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ അത് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നതും ഇപ്പോഴിതാ 50-ാം ദിനത്തിൽ അതൊരു മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് മാറുകയുമാണ്. ഒരുപാട് പേരുടെ പിന്തുണ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ഐക്യദാർഢ്യം സമരത്തിനുണ്ടാവുന്നുണ്ട്. അജീഷ് ജയകുമാർ. രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 50-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇവരുടെ സമരം. മാത്രമല്ല, നിരാഹാര സമരം ഇന്ന് 12-ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് 11 മണിയോടെയാണ് ഇവരുടെ സമരം ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് കാരണം നിരാഹാരം പട്ടിണി കിടന്നിട്ടും അല്ലാതെ സമരം നടന്നിട്ടും ഒരുപാട് സമരമുറകൾ മാറ്റി പരീക്ഷിച്ചിട്ടും ഒന്നും ഈ ഇവരുടെ ആവശ്യങ്ങൾ മാത്രം അംഗീകരിക്കപ്പെടുന്നില്ല, ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സമരം ശക്തമാക്കാൻ ഈ അസോസിയേഷൻ തീരുമാനിക്കുന്നത്. 11 മണിയോടെയാണ് ഈ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധിക്കുന്നത്. ഇന്ന് ഇവർക്ക് ഐക്യദാർഢ്യവുമായി കൂടുതൽ പേർ പല ജില്ലകളിൽ നിന്ന് എത്തും. കൂടാതെ തന്നെ ഈ നിരാഹാരം ോടൊപ്പം തന്നെ കൂടുതൽ പേർ നിരാഹാര സമരവും ഇരിക്കും. സർക്കാരിന്റെ നിലപാടൊന്നും മയപ്പെടുത്തുക, അല്ലെങ്കിൽ സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കുക, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷേ ഈ നിരാഹാര സമരം പോലും 12 ദിവസം കഴിഞ്ഞിട്ടും ഇവരെ ആരും ചർച്ചയ്ക്ക് വിളിച്ചില്ല. കൂടാതെ തന്നെ പല നേതാക്കളും ഇവർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, ഇന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് വീണ്ടും ഈ സമരവേദിയിലേക്കും. K സുരേന്ദ്രൻ ആദ്യമായിട്ടാണ് ഈ സമരവേദിയിലേക്ക് എത്തുന്നത്. നേരത്തെ സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ എത്തിയിട്ടുണ്ടെങ്കിലും BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുഖം സംസ്ഥാന നേതാവ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് അദ്ദേഹം കൂടി എത്തുന്നതോടെ BJP അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇതിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം കാര്യങ്ങളിലേക്ക് എത്തും. എന്തായാലും ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ആ സമരം സർക്കാർ ഒത്തുതീർപ്പാക്കുന്നതുവരെ അവരുടെ ഈ സമരം അവസാനിപ്പിക്കില്ല. അത് തന്നെയാണ് അവർ ആദ്യ ദിവസം മുതൽ പറയുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ശരി, അജീഷ് ജയകുമാർ സമരപന്തലിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആശമാരുടെ സമരം ഇന്ന് 50 ദിവസത്തിലേക്ക് എത്തുകയാണ്. 11 മണിയോടുകൂടി മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ആശമാർ കടക്കും.